ഇതാണ് കേട്ടോ കല്ലുമക്കായ. കാണണ്ട, ചെറുതാണ് കേട്ടോ, 2 എണ്ണം വരുന്നുണ്ട്. ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ നോമ്പ് 11-ന്റെ വീഡിയോ ആണെങ്കിൽ കൂടി എനിക്കിത് വളരെ സ്പെഷ്യലായി തോന്നിയൊരു വീഡിയോ ആണ്. ഇനി ഇങ്ങനെ വീഡിയോ കിട്ടുമെന്ന് കൂടി എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇന്ന് ഞാൻ അത്താഴത്തിൻ്റെ, അതായത് സുഹൂറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ല. കാരണം ഞാൻ എണീറ്റിട്ടില്ല, നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ ഞാൻ തറാവീഹ് കഴിയുമ്പോൾ നെയ്യത്ത് വെച്ചിട്ടാണ് കിടക്കുക. അതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. ചെറുതായിട്ടൊരു യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരും, അത്രേ ഉള്ളൂ. ഞാൻ ഇവാനും എണീറ്റ്, പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഉമ്മയുടെ വീട് തൊട്ടപ്പുറത്താണ്, ഒരു 2 വീട് അപ്പുറം ഉള്ളൂ. ഞാൻ വന്ന പക്ഷേ ഇവിടെ ബക്കറ്റിൽ ഞെണ്ടിനെ മാമ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാലൊക്കെ കെട്ടിയിട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ മാമ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഫറക്ക് നോമ്പില്ലാത്തതുകൊണ്ട് അവൾ തണ്ണിമത്തന് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ, ഞാൻ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ വായിലുള്ളത് ഇറക്കാതെ സ്റ്റാച്ചു പോലെ ആ നിൽക്കണ്ട. ഞാൻ എത്ര നേരം നിൽക്കുന്ന അറിയാൻ കുറേ നേരം നിന്നു. പിന്നെ ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഇവിടുത്തെ ഫ്രീസർ തുറന്നപ്പോൾ ഫ്രീസറിലും ഞണ്ടുണ്ട് കേട്ടോ. ഫ്രീസറിലെ ഞണ്ട് കടൽ ഞണ്ട് പോലത്തെ ഞണ്ടാണ്, ചെറിയ ഞണ്ടാണ്. മറ്റേത് വലിയ ഞണ്ടാണ്. ഫ്രീസറിൽ മാത്രമല്ല, താഴെയും കരിമീൻ, പട്ടത്തി, അങ്ങനെ ഒരുപാട് മീനുണ്ട്. പിന്നെ മാമിയുടെ അച്ചാർ. ഇത് മാമ വല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. റംലാനായി കഴിഞ്ഞാൽ മാമ, റംലാനല്ല അല്ലെങ്കിലും വല ഉണ്ടാക്കും മാമ. ഇതൊക്കെ കാണിച്ചു തരാതെ പിന്നെ എന്ത് വ്ളോഗല്ലേ. നമ്മളെ പുഴയുടെ ഭാഗമാണ് കേട്ടോ. നിറയെ സ്കൈ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴക്കാറ് വന്ന് മൂടിയിട്ട് നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ എനിക്ക് അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയണില്ല. നല്ല കാറ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വീശി ടൈറ്റാനിക്കിലെ പോലെ നിൽക്കുകയാണ് കേട്ടോ. നിന്നപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. ചില ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ മഴ. ഇന്നലത്തെ മഴ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും പുഴയിൽ പെയ്യണ മഴ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കാരണം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് പെയ്ത് വരിക. പിന്നെ നമ്മളെ വഞ്ചി കിടക്കുന്നുണ്ട്. വഞ്ചിയിൽ അത്യാവശ്യം മഴ പെയ്തിട്ട് വെള്ളമുണ്ട്. ഞാൻ എന്ത് പണി ചെയ്തു, വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് വഞ്ചിയിൽ കയറാമെന്ന് വിചാരിച്ചു. വഞ്ചി കല്ലിൻ്റെ മേലെ കയറിയിരിക്കണോണ്ട് വഞ്ചി പോവില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ ഒരാൾ പിടിച്ച് ഉന്തിയിട്ടാലാണ് വഞ്ചി പോവുള്ളൂ. ഞാനിങ്ങനെ കൈയൊക്കെ വീശിയിരിക്കുമ്പോൾ മേലേക്ക് നോക്കിയപ്പോഴാണ് നിറയെ തേങ്ങ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്ര റിസ്ക് എടുക്കാൻ നിന്നില്ല. എന്നാലും ഞാൻ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാതെ പെട്ടെന്ന് തന്നെ കയറി. പിന്നെ വഞ്ചി ഇറക്കിയിട്ട് ഇനി കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ മാമാടെ മോനും കൂടിയിട്ട് വഞ്ചിയൊക്കെ ഇറക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ വഞ്ചിയിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ വല്യമ്മ മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം വൃത്തിയാക്കുകയാണ്. റംസാൻ ആയതുകൊണ്ട് ആളധികം വൃത്തിയാക്കി ഉണ്ടായിരുന്നില്ല. ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ, മഴക്കാറ് പ്ലസ് പുഴ പ്ലസ് വഞ്ചി, ആ മൂഡിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കണത്. ആക്ച്വലി ഞാൻ ഇവിടുന്ന് ഞണ്ട് വാങ്ങാൻ വന്നതാണ് കേട്ടോ. മാമ ഞണ്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പം ഉണ്ട് ഇവിടെ ഭയങ്കര മഴ. പിന്നെ ഞങ്ങൾ 2 ആൾ, ഞാനും ഫറയുണ്ട് അവിടെ. ഫറ വീഡിയോ എടുത്തരാണ്. ഞങ്ങൾ 2 ആളും വഞ്ചിയിലിരുന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നീക്കും. പങ്കായൊന്നും എടുത്തിട്ടില്ല കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് ഞങ്ങളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പം ഞണ്ട് ഇന്നത്തെ എൻ്റെ റംസാൻ സീരീസിലുള്ള ഡിഷ് ഞണ്ട് റോസ്റ്റ് പ്ലസ് ചപ്പാത്തിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോവുള്ളൂ ഇവിടുന്ന്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പുഴയിൽ ഇതാ മഴക്കാറുള്ളതുകൊണ്ട് അത്യാവശ്യം വീശിക്കാരുണ്ട് കേട്ടോ. പുഴയിൽ 2 വഞ്ചിക്കാരുണ്ട്. അതാരാന്ന് എനിക്കറിയില്ല. അവിടെ യൂസഫൊക്കെ ഉണ്ട്. പിന്നെ മണലൂര് നല്ല പൂരം നടക്കുന്നുണ്ട്. പൂരത്തിൻ്റെ കൊട്ടുള്ളതുകൊണ്ട് മഴക്കാറാണോ മഴക്കാറിൻ്റെ ഇടിവെട്ടാണോ പടക്കം പൊട്ടാണോ മനസ്സിലാവുന്നില്ല. ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. അതാണ് കേട്ടോ നമ്മളെ സ്റ്റീൽ പാലം അങ്ങനെ ക്ലിയർ ആവുണ്ടാവില്ല മഴക്കാറുള്ളതുകൊണ്ട്. പക്ഷെ എന്താ പറയുക, ചൂട്, ഇത്രയും ദിവസത്തെ ചൂടിന്ന് മഴക്കാറ് വന്നപ്പോൾ പെട്ടെന്ന് ഭയങ്കര സന്തോഷവും കുളിരും നോമ്പിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഭയങ്കര എനർജി കിട്ടിയൊരു ഫീലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ. ഇവിടെ 11ാമത്തെ നോമ്പാണ്. 11ാമത്തെ നോമ്പിൻ്റെ അന്നാണ് കേട്ടോ നമുക്ക് നല്ല മഴക്കാറും കാറ്റും തണുപ്പൊക്കെ കിട്ടിയിട്ടുള്ളത്. കുറച്ച് മഴ ഞങ്ങൾ കൊണ്ടായിരുന്നു ഞാനും പറയും അങ്ങനെ. അപ്പം നിങ്ങളവിടെ നിന്ന് മഴ പെയ്തെന്ന് വിചാരിക്കുകയാണ്. അപ്പം മഴ പെയ്താലില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആ ഷോർട്ട് ഫിലിമിലെ നല്ല മഴ അതെന്താന്ന് വെച്ചിട്ട് എടുക്കുക. അതെന്തായിക്കോട്ടെ, അതെന്താന്ന് വെച്ചിട്ടാ
നന്നായി തുറന്നു. ഇല്ല കേറുമേത്ത് വല്ല പ്രേതൗട്ടാ. ഇവൾക്കെന്ന് പറഞ്ഞാൽ പുഴയിൽ കൂടെ പലതും ഒഴുകി പോകില്ല, അത് എടുക്കണ ഒരു ഹാബിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനും മിക്കതോളം പേടിപ്പിക്കാറുണ്ട്, പ്രേതമുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു മഷിയുടെ ബോട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പേടിപ്പിച്ചെങ്കിൽ ആൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പേടിച്ചത് കളഞ്ഞ്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പോണ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അത് കുറച്ച് നേരമൊക്കെ കയ്യിലിട്ട് കളിച്ച്. ഞാൻ മിക്കപ്പോഴും ഇവളെ വിലക്കാറുണ്ട്, കാരണം ഓരോരുത്തർ യൂസ് ചെയ്തിട്ടൊക്കെ കളയണ സാധനങ്ങളാണല്ലോ, അതാണല്ലോ ഇവൾ എടുക്കണം. മഴക്കാറുള്ളതിനെ കൊണ്ട് ഇഷ്ടം പോലെ വീശിക്കാറുണ്ട് കേട്ടോ പുഴയിൽ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കല്ലുമ്മക്കായ കണ്ടിട്ടുണ്ടോ നമ്മളെ പുഴയിലത്തെ കല്ലുമ്മക്കായ? ഇതാ വലുതാവണുള്ളൂ കേട്ടാ, ചെറുത്. ഇത് കല്ലുമ്മക്കായാണ്. നമ്മക്കൊരെണ്ണം എടുക്കാം. ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കാടി, അത് കിട്ടില്ല. ഫുള്ള് കൊറേ ഉണ്ടാവുന്നുണ്ട്. നീ ഇതാണ് കേട്ടോ കല്ലുമ്മക്കായ, കണ്ട ചെറുതാണ് കേട്ടോ, 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കല്ലുമ്മക്കായ, പേര് വരാനുള്ള കൈമാറ്റടി. ഞാൻ കിട്ടണില്ല. അതിന് ജീവുണ്ടാവും ഗൈസ്, അതിപ്പോ പിടക്കണം. കണ്ടോ കല്ലുമ്മക്കായ? നമ്മളെ പടിയുമുള്ളതാണ് കേട്ടോ. അതിന്റെ നല്ല തുണ്ടുമ്മ വരെ കല്ലുമ്മക്കായ പറ്റി പിടിച്ചിട്ടുണ്ട്. നോക്ക്, ഇതൊക്കെ നമുക്ക് അവിടെ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ കല്ലുമ്മക്കായ ഉണ്ട്. ശരി, പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇത്രയധികം കല്ലുമ്മക്കായ കാണുന്നത്. ഞാൻ വഞ്ചിയിലിരുന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴാണ് കേട്ടോ കല്ലിൻ്റെ ഉള്ളിലൊക്കെ കണ്ടത്. അങ്ങനെ എനിക്ക് കുറച്ചൊരു ധാരണ തോന്നിയിട്ട് കുറച്ച് കയറുകളൊക്കെ, ഈ സംഭവം കയറുമലെല്ലാം ഉണ്ടാവുക, കയറുകളൊക്കെ പൊന്തിച്ച് നോക്കിയപ്പോൾ അതിലൊക്കെ കല്ലുമ്മക്കായ. പിന്നെ ഞങ്ങൾ അതേപോലെ റിട്ടേൺ വെച്ചു, കാരണം ഇനിയൊരു ഏകദേശം ഒരു 3 മാസമെങ്കിലും എടുക്കും ഇതൊക്കെ ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വെച്ചു. ഇഷ്ടം പോലെ കല്ലുമ്മക്കായകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വലുതായിട്ട് നമുക്കത് പറിക്കാം. സമയം ഇപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ ആ ഞണ്ട് എടുത്ത് മാമനോട് പറഞ്ഞ് നീ എടുത്തോ, കാരണം ഞാൻ കുറേ നാളായി ഞണ്ട് കഴിച്ചിട്ട്. ആദ്യം എപ്പോഴും ഞാൻ കഴിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു കിറ്റിലുള്ള കംപ്ലീറ്റ് ഞണ്ട് എനിക്ക് തന്നിട്ടോ. നേരെ ഞാനത് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ പോയിട്ട് വേണമല്ലോ ക്ലീൻ ആക്കാൻ. എന്താ ഒരെണ്ണത്തിൻ്റെ വലിപ്പം ഇത്ര ഉള്ളൂ കേട്ടോ. ഈ വഴിയിൽ കൂടെ പോകണം. പിന്നെ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞണ്ടിൻ്റെ കാലുകൾ പുറത്തേക്കുള്ളതുകൊണ്ട് അധികം അടുത്തേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടിരുന്നിട്ട്. ഒരു വലിയൊരു ഡവറ ഫുള്ള് ഞണ്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് വൃത്തിയാക്കേണ്ടി വരിക. അപ്പോഴാണ് കേട്ടോ മേലെന്ന് സൗണ്ട് കേട്ടത്. കാരണം നല്ല കാറ്റും മഴയും വീണ്ടും വരുന്നു. നേരത്തെ മഴ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വന്ന് പെട്ടത് പോയി. പക്ഷെ ഈ മഴ അങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. നല്ല സ്കൈയും അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീടിൻ്റെ മേലെന്ന് കുറച്ച് നേരം മഴ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഫറമോളും കൂടിയിട്ട് മഴയത്ത് കുളിക്കാൻ നിൽക്കുകയാണ്. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൽ നിന്ന് കറങ്ങി. പിന്നെ ഞാൻ അധികം കറങ്ങാൻ നിന്നില്ല, കാരണം ഇനി പനി പിടിച്ച് കഴിഞ്ഞാൽ നോമ്പും പനിയും കൂടി മുന്നോട്ട് പോകില്ല എന്നറിയാം. പിന്നെ ഇവൾക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല, ആര് പറഞ്ഞാലും നെവർ മൈൻഡാണ്. മഴയുടെ ശക്തി ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ തമിഴ് നടി തമന്ന പോലെ ആവാൻ ഒരാൾ നോക്കി അടടമാട കളിക്കാനാണ്. ഇരുന്നും കിടന്നും പല രീതിയിലാണ് കേട്ടോ ഒരാൾ കളിക്കണത്. ഇവിടെ ഇവാന് മഴയത്ത് ഇറങ്ങണില്ല, ഇവാന് മഴയത്ത് കുളിക്കും. എന്താ പേടി? മമ്മിയുടെ മോള് വായോ, വാ. വേണ്ട വേണ്ട വേണ്ട. ഇവാൻ്റെ കൂട്ടുകാരന്മാർ 2 കുറുമ്പന്മാർ അപ്പുറത്ത് നിന്നിട്ട് മഴ കാണാൻ കേട്ടോ കോലായ്മ ഇരുന്നിട്ട് മേലേക്ക് നോക്കുന്നുണ്ട്. വീഡിയോ എടുക്കണത് അറിയില്ല. ഫറ മഴ കഴിഞ്ഞ് മഴയത്ത് കുളിക്കുന്നുണ്ട്, സോപ്പൊക്കെ എടുത്തിരുന്നിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇവാന് ചെറുതായിട്ട് പേടിയൊക്കെ മാറി. 4 ആൾ മഴയത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിച്ചു. വഞ്ചിയിലുള്ള വീശിക്കാരിതാ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് എത്തി തുടങ്ങിയിട്ടോ. നല്ല മീൻ കിട്ടണ സമയമാണ്. ഇവാനിൻ്റെ തല നോക്കൂ, മഴ കൊണ്ടിട്ടില്ല അധികം. ഞാൻ അവളെ താഴേക്ക് ഇറക്കി. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ മരിബൊക്കെ വാങ്ങിക്കൊടുത്തു. ഇന്നും കുറേ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കായ ബജി, മുളക് ബജി, മുട്ട ബജി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് നോമ്പറപ്പിക്കലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു വാട്ടർ മെലോൺ ജ്യൂസും പിന്നെ ഞാൻ യെല്ലോ തണ്ണിമത്തനാണ് കഴിച്ചത്. വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. എൻ്റെ മുന്നിൽ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പറത്തതിന് ശേഷം നമ്മളെ ഞണ്ട് കറിയും പിന്നെ പൊറോട്ടയും ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. നല്ല ജ്യൂസി ആയി ഞണ്ടാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നല്ല ലാഗായിട്ടുണ്ടാവും.
അങ്ങനെ വർക്കൗട്ടിന് ഞാൻ കയറി 10:30-ക്കുള്ള വർക്കൗട്ടിന് ഞാൻ കയറിയത്. എൻ്റെ വർക്കൗട്ട് താഴെ വരുമ്പോഴേക്കും ഇവിടെ കറണ്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.